തളരാതെ മറയ്ക്കും തൻ്റെ ചിറകടിയിൽ. മരുവിൻ വെയിലിൽ തളരാതെ മറയ്ക്കും തൻ്റെ ചിറകടിയിൽ. തിരുമാറിലെന്നെ അണച്ചിടും സ്നേഹ കൊടിയന്മീതെ വിരിച്ചിടും താൻ. തിരുമാറിലെന്നെ അണച്ചിടും സ്നേഹ കൊടിയന്മീതെ വിരിച്ചിടും താൻ. ആനന്ദം ആനന്ദമേ ക്രിസ്ത്യ ജീവിതം ആനന്ദമേ, ആനന്ദം ആനന്ദമേ, ഇത് സൗഭാഗ്യ ജീവിതമേ, ഇതു സൗഭാഗ്യ ജീവിതമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം. കരുതുന്നവനായ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി, തൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടി മഹാത്ഭുതം ചെയ്യുന്നവനായ ദൈവത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ ഈജിപ്തിൽ അടിമകളായിരുന്ന ഇസ്രായേൽ ജനം അഥവാ എബ്രായർ ദൈവത്തിൻ്റെ നീട്ടിയ കരം കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും അവിടുന്ന് വേർതിരിച്ച് 40 വർഷത്തെ മരുപ്രയാണം ജയിച്ച് വാഗ്ദത്ത കനാലിലേക്ക് എത്തിക്കുകയാണ്. അവൾ വാഗ്ദത്ത കനാലിൽ എത്തുന്നതിന് മുമ്പ് അവർക്ക് ദീർഘമായ പരീക്ഷകൾ കൂടെ തന്നെ മരുഭൂമിയിൽ യാത്ര ചെയ്യേണ്ടി വന്നു. അവിടെ ദൈവം കരുതിയ കരുതലാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. ദൈവം ഏകസത്യ ദൈവമാണ്. പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചവനായ ദൈവമാണ്. ആകാശത്തെയും സ്വർഗത്തെയും സ്വർഗാദി സ്വർഗത്തെയും സൃഷ്ടിച്ച മഹാദൈവമാണ്. ആകാശഗംഗയിൽ കാണുന്ന സകല ജ്യോതിർഗോളങ്ങളെയും മിൽക്കി വേയും സൃഷ്ടിച്ച മഹാദൈവമാണ്. ആ ദൈവത്തിന് സൃഷ്ടികളിൽപ്പെട്ട ഒരു അണുവോളം ചെറുതായ ഒരു ഗോളമാണ് ഭൂമി. ആ ഭൂമിയിലാണ് മനുഷ്യരായ നമ്മെ പാർപ്പിച്ചിരിക്കുന്നത്. സൃഷ്ടികർത്താവ് എന്നുള്ള നിലയിൽ പ്രപഞ്ചത്തെ മുഴുവനെയും പരിപാലിക്കുന്ന പരിപാലകനായ നിയന്ത്രകനായ ദൈവം ഒരു വ്യക്തിക്കായാലും ഒരു കുടുംബത്തിനായാലും ഒരു സമൂഹത്തിനായാലും ഒരു ജാതിക്ക് വേണ്ടിയായാലും ഒരു രാഷ്ട്രത്തിന് വേണ്ടിയായാലും തക്ക സമയത്ത് കരുതുന്നവനായ ദൈവമാണ്. പ്രകൃതിദത്തമായിട്ടുള്ള ഒരു കാര്യം കോമണായി നമുക്കറിയാവുന്നത്, നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും തക്ക സമയത്ത് മഞ്ഞും മഴയും പെയ്യിക്കുന്നവനായ ദൈവം ഇവിടെ ഒരു പാർട്ടിക്ക് വേണ്ടി മാറ്റിവെക്കുകയല്ല. നീതിമാന്മാർക്കും ദുഷ്ടന്മാർക്കും സകല ജാതികൾക്കും പ്രകൃതിദത്തമായ അനുഗ്രഹം നന്മകൾ ഒരുപോലെയാണ് കൊടുക്കുന്നത്. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് താനും. ദൈവത്തെ അറിയാത്ത, ദൈവത്തെ നിഷേധിക്കുന്ന, ദൈവത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന ഏതൊരു വ്യക്തിയുടെ മേലും പിന്നത്തേത് ശിക്ഷയുണ്ടാകും എന്നുള്ളതിനും ഒരു സംശയമല്ല. ഞാൻ ഇപ്പോൾ പറയുന്നതായ കാര്യം, മരുഭൂമിയിൽ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ അതൊരു മഹാത്ഭുതം തന്നെയാണ്. അതുപോലെയുള്ള അത്ഭുത പ്രവൃത്തികൾ, കരുതൽ പിന്നത്തേതിൽ ഉണ്ടായിട്ടില്ല. അതിന് സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ ജനവും അഥവാ എബ്രായരും അവരോടൊപ്പം ഇറങ്ങിത്തിരിച്ച ബഹുജാതികൾ, വലിയൊരു സമ്മിശ്ര ജാതികളുണ്ട്. അവരുടെ എല്ലാം കൂടെ കണക്കെടുത്താൽ ഏകദേശം 30 ലക്ഷത്തോളം ആളുകൾ വരും എന്ന് വിശ്വസിക്കാം. അതിന് കാരണമുണ്ട്. സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിന്റെ 46-ാം വാക്യത്തിൽ യുദ്ധസന്നദ്ധരായി യുദ്ധസേവ ചെയ്യുവാൻ തക്കവണ്ണം രക്തപ്രസരിപ്പുള്ള 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള 6,30,350 പേരെ വേർതിരിക്കുന്നു. അവരെ കൂടാതെ കുഞ്ഞുകുട്ടികൾ,
മാതാപിതാക്കൾ, സമ്മിശ്ര ജാതി ഉൾപ്പെടെ വരുമ്പോഴാണ് ഏകദേശം 30 ലക്ഷം ആളുകൾ എന്ന് പറഞ്ഞത്. അത് 30, 25, 20 എന്നൊക്കെ പൊതുവിൽ പറയപ്പെടുന്നു. അതിനെ കണക്ക് ഇമാജിൻ ചെയ്യുന്നതാണ്. എന്ത് തന്നെയായാലും സീനായ് കൊടുമുടിയുടെ മുകളിൽ മോശയെ ദൈവം വിളിച്ച് അടുക്കൽ ഇരുത്തി ഇസ്രായേൽ ജനത്തിന്റെ ഭാവി പദ്ധതികളും അവരുടെ ഇടയിൽ ദൈവത്തിന് വസിക്കുവാനുള്ള സമാഗമന കൂടാരവും പണിയുവാനുള്ളതായ കാര്യങ്ങൾ സംസാരിച്ചു. എന്നാൽ ഈ സീനായ് പർവ്വതത്തോട് ചേർന്ന് കിടക്കുന്ന ദീർഘ കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന മറ്റു ചില പർവ്വതങ്ങൾ കൂടെയുണ്ട്. അതിൽ സീനായ് പർവ്വതം, ഹോർ പർവ്വതം, നെബോ പർവ്വതം, പെട്ര പർവ്വതമാണ്. ഇതെല്ലാം ഒരു നിരയിൽ തന്നെ വളരെ ദീർഘദൂരങ്ങളായി കിടക്കുന്ന പല പേരിൽ അറിയപ്പെടുന്നു. എല്ലാറ്റിന്റെയും താഴ്വരയിൽ വിസ്തീർണമായ മരുഭൂമിയുമുണ്ട്. അപ്പോൾ സീനായ് മരുഭൂമിയിൽ എന്ന് പറയുമ്പോൾ സീനായ് മരുഭൂമി തുടർന്ന് യാത്ര ചെയ്യുമ്പോൾ അതാത് സ്ഥലത്തെ പേര് പറഞ്ഞുള്ള മരുഭൂമിയാണ്. എല്ലാം ഒന്നായി കിടക്കുക. ഈ മരുഭൂമിയിൽ കൂടെയാണ് ഇസ്രായേൽ ജനം യാത്ര ചെയ്യേണ്ടി വന്നത്. ശ്രദ്ധിക്കൂ, നമ്മൾ ഒരു ഫംഗ്ഷൻ ക്രമീകരിക്കുമ്പോൾ 100, 200, 5000, 10,000 വ്യക്തികൾ ഒരു ഫംഗ്ഷൻ കൂടുമ്പോൾ അവർക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കണമെങ്കിൽ, ലഞ്ച് കൊടുക്കണമെങ്കിൽ, ഡിന്നർ കൊടുക്കണമെങ്കിൽ എന്തുമാത്രം കരുതലുകളും കാര്യങ്ങളും ഇവിടെ ഉണ്ട്, എന്തുമാത്രം പണച്ചിലവുണ്ട്. ഒരു പട്ടണത്തിലാണെങ്കിൽ അതെല്ലാം നടക്കാൻ എളുപ്പമാണ്. മനുഷ്യന് അറേഞ്ച് ചെയ്യാൻ കഴിയുന്ന ചില പരിമിതികളുണ്ട്. എന്നാൽ ഇവിടെ ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ ജനത്തിന്റെ മരുപ്രയാണത്തിൽ കടകമ്പോളങ്ങളില്ല, പട്ടണങ്ങളില്ല. മുകൾ നോക്കിയാൽ ആകാശം, താഴെ നോക്കിയാൽ ഭൂമി, മരുഭൂമി, യാതൊന്നുമേയില്ല. പക്ഷേ ദൈവം വിളിച്ചിറക്കി അവരെ മരുഭൂമിയിൽ യാത്ര ചെയ്യിച്ചപ്പോൾ അവർക്ക് വേണ്ടതൊക്കെയും ദൈവം കരുതി. മരുഭൂമിയിൽ ഇത്രയും ജനം കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യന്റെ അൾട്രാ വയലറ്റ് രശ്മികൾ പോലെ മാരക രശ്മികൾ അവിടെ ശരീരത്തിൽ പതിച്ച് ഒരു പുഴു പിടഞ്ഞു ചാകും പോലെ മനുഷ്യ ചാകാൻ സാധ്യതയുണ്ട്. അവിടെ ദൈവം കരുതിയത് എന്താണ്? അത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുവാനായി ദൈവം കരുതിയത് എന്താണ്? അവയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒന്നാമതായി മേഘസ്തംഭം കരുതി. അവയെക്കുറിച്ച് 78-ാം സങ്കീർത്തനം 14-ാം വാക്യം, പകൽ സമയത്ത് അവൻ മേഘം കൊണ്ടും രാത്രി മുഴുവനും അഗ്നിപ്രകാശം കൊണ്ടും അവരെ നടത്തി. ശ്രദ്ധിക്കുക, ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 10 ദിവസമല്ല, 40 വർഷം അവർക്ക് ദീർഘമായ മരുപ്രയാണം ചെയ്യേണ്ടി വന്നു. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 36-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസത്തിൽ നിന്ന് ഉയരുമ്പോൾ അവർ യാത്ര പുറപ്പെടും. അപ്പോൾ തിരുനിവാസം എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ ജനം മരുഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ നിയമപ്പെട്ടകവും കൃപാസനവും ചേർന്ന ഒരു ഉപകരണം അതിപരിശുദ്ധ സ്ഥലത്ത് സ്ഥാപിക്കുന്നു. അതിപരിശുദ്ധ സ്ഥലത്ത് സ്ഥാപിക്കുന്ന ആ കൃപാസനം ഉൾപ്പെടെയുള്ള നിയമപ്പെട്ടകം, 2 ഉപകരണങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് ഇരിക്കുന്നത്. നിയമപ്പെട്ടകത്തിനകത്ത് മറ്റു പല സാധനങ്ങളുമുണ്ട്. ആ നിയമപ്പെട്ടകത്തിന്റെ പുറത്ത് സ്വർണ പലകയുടെ 2 അറ്റത്തും സ്വർഗീയ ദൂതന്മാർ 2 കെരൂബുകളുടെ രൂപം അവിടെ കൊത്തുപണി ചെയ്ത് ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബായിട്ട് അവിടെ പണിതിട്ടുണ്ട്. അവയുടെ നടുവിൽ നിന്നാണ് ദൈവ സാന്നിധ്യമാകുന്ന സെക്കേന പൊങ്ങുന്നത്. ആ പടവും നിങ്ങൾ കാണാം. ആ സെക്കേന പൊങ്ങി കിലോമീറ്ററുകൾ ഉയരത്തിൽ വന്നിട്ട് അത് ഇരുവശത്തും കുട പോലെ വിരിഞ്ഞു നിൽക്കുക.
വളരെ തിക്നെസ് ഉള്ള ജലഗണങ്ങളുള്ള കുളിർമ ലഭിക്കത്തക്കവണ്ണമുള്ള ഒരു ക്ലൈമറ്റാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ സൂര്യന്റെ ചൂടിൽ നിന്നും മരുഭൂവാസികൾക്ക് കുറഞ്ഞത് 10 കിലോമീറ്റർ ചുറ്റളവിൽ വിരിഞ്ഞ് നിൽക്കുന്ന, നിശ്ചലമായി നിൽക്കുന്ന മേഘം, അതിന്റെ കീഴിൽ, മേഘത്തിന്റെ കീഴിൽ അവർക്ക് പാർക്കുവാൻ, കൂടാരമടിക്കുവാൻ, ചിലപ്പോൾ യാത്ര ചെയ്യുവാൻ, ദിവസങ്ങളോളം യാത്ര ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെയുമുണ്ട്. അപ്പോൾ അവർക്ക് ഒന്നാമത് മേഘം കർത്താവ് കരുതി ആരോഗ്യവാന്മാരായി ജീവിക്കാൻ. രണ്ടാമതായി അഗ്നിസ്തംഭം. പകൽ മേഘസ്തംഭം എന്ന് പറഞ്ഞ അവർക്ക് തലയ്ക്കുമീതെ ആകാശത്തിൽ 10 കിലോമീറ്റർ ചുറ്റളവിൽ വിരിഞ്ഞു നിൽക്കുന്ന ഈ മേഘസ്തംഭം തന്നെ രാത്രിയിൽ അഗ്നിസ്തംഭമാക്കി മാറ്റുകയാണ്. അത് റിഫ്ലക്ട് ചെയ്യുന്ന ദൈവിക തേജസ്സിനുള്ള ഒരു പ്രകാശം കൊടുക്കുന്നു. അതിന് കീഴിൽ പാർക്കുന്ന ഏവർക്കുമുണ്ട്. അപ്പോൾ അവിടെ വാസസ്ഥലങ്ങൾ പ്രകാശമുണ്ട്. അവിടെ ക്ഷുദ്രജീവികളോ മറ്റും ആക്രമിക്കുവാൻ സാധ്യതയില്ലാത്തവണ്ണം നല്ല വെളിച്ചമാണ്. അത് മാത്രമല്ല, 40 വർഷത്തിനിടയിൽ ദീർഘങ്ങളായി പല ദിവസങ്ങൾ അവർക്ക് ഒരുപോലെ തന്നെ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ പകലും രാത്രിയും സംരക്ഷണം കൊടുത്തത് പകൽ മേഘസ്തംഭവും രാത്രി അതിൽ പ്രകാശവും. അതാണ് പുറപ്പാട് പുസ്തകത്തിലൂടെ വായിച്ചത്. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസത്തിന്മേൽ നിന്ന് ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. മേഘം ഉയരാതിരുന്നാൽ അത് ഉയരുന്ന നാൾ വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കും. ഇസ്രായേല്യരുടെ സകല പ്രയാണങ്ങളിലും അവരെല്ലാവരും കാണുക പകൽ സമയത്ത് തിരുനിവാസത്തിന്മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അതിൽ അഗ്നിയും ഉണ്ടായിരുന്നു. അപ്പോൾ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും കൊണ്ട് ദൈവം അവരെ നടത്തിയത് അങ്ങനെയാണ്. ലോകത്തിൽ ഒരു ജാതിക്കും ഒരു രാഷ്ട്രത്തിനും ഒരിക്കലും അത് ഉണ്ടായിട്ടില്ല. ദൈവം തിരഞ്ഞെടുത്ത അബ്രഹാമ്യ സന്തതിയായ എബ്രായർക്ക് അഥവാ ഇസ്രയേലർക്ക് ദൈവം കരുതിയ കരുതലാണ്. മൂന്നാമതായി അവർക്ക് ഭക്ഷിക്കുവാൻ എല്ലാ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ മന്ന കൊടുത്തു. മന്ന, അവയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 78-ാം സങ്കീർത്തനത്തിൽ 23-ാം വാക്യം മുതൽ അതോടെ വിശദീകരിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം അഥവാ മോശയുടെ പെന്ററ്റ്യൂക്ക് എന്ന് പറയുന്ന 5 പുസ്തകങ്ങൾ ഇവയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പുതിയ പുസ്തകത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ അത് കുറച്ച് കാണുന്നുണ്ട്. അവിടെ പ്രയാണങ്ങളിൽ 78-ാം സങ്കീർത്തനത്തിന്റെ 23-ാം വാക്യം, അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു, അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു, മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു, അവൻ അവർക്ക് തൃപ്തിയാകും വണ്ണം ആഹാരം അയച്ചു. ഈ ഭൂമിയിലെ കാർഷിക ഉൽപ്പന്നങ്ങളൊന്നുമല്ല. സ്വർഗം തുറന്നു, ആകാശത്തിലെ കിളിവാതികളെ തുറന്നു. അപ്പോൾ തന്നെ ശക്തന്മാരെന്ന് പറഞ്ഞിരിക്കുന്ന സ്വർഗീയ സേനകൾ എന്ന് പറയുന്ന സ്വർഗീയ ദൂതന്മാരാണ്. സ്വർഗീയ ദൂതന്മാരുടെ ഭക്ഷണമായി ശക്തന്മാരുടെ ഭക്ഷണം ദൈവം ഇടന്ന് പൊഴിച്ചു കൊടുത്തു. മരുഭൂവാസികളായ പ്രിയപ്പെട്ടവർക്ക് മൾട്ടി വൈറ്റാമിൻ ഭക്ഷണമാണ് കർത്താവ് കൊടുത്തത്. അതവർ 40 വർഷത്തോളം ഭക്ഷിച്ചു. ആ ഭക്ഷണം ഹേതുവായി ആരും ക്ഷീണിച്ചു പോയില്ല, ആർക്കും ആരോഗ്യത്തിന് ഹാനി വന്നില്ല. അവർ സന്തോഷത്തോടെ യാത്ര ചെയ്തു. എങ്കിലും തൃപ്തികരമായി അവർക്ക് ആഹാരം കൊടുത്ത ദൈവത്തെ അവിശ്വസിക്കുകയും പിറുപിറുക്കുകയും ചെയ്തപ്പോൾ പല സന്ദർഭത്തിൽ മരുഭൂമിയിൽ വെച്ച് തന്നെ തന്റെ ജനത്തിന് ശിക്ഷ കൊടുക്കുന്നു. 10,000-കണക്കിന് ആളുകൾ മരുഭൂമിയിൽ മരിച്ചു വീഴുകയും ചെയ്യുന്നു. അത് ദൈവത്തിന്റെ ബാലശിക്ഷയാണ്. നാലാമതായി കാടകളെ കൊടുക്കും. കാട, മരുഭൂമിയിലായിരിക്കുന്നവർക്ക് അവർക്ക് ഭക്ഷിക്കുവാൻ മാംസം വേണം. 74-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ, ലിവ്യാതാന്റെ തലകളെ നീ തകർത്തു, മരുവാസികളായ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു. അവർക്ക് ഭക്ഷിക്കുവാനായി മാംസം ആവശ്യമായി വന്നപ്പോൾ
ലിവ്യാതാന്റെ തലകളെ തകർത്ത് അവർക്ക് അതിനെ പീസായി അതിൽ പപ്പുകൾ പിടിപ്പിച്ച് പക്ഷി രൂപത്തിൽ അവിടെ തലയ്ക്ക് മുകളിൽ പറന്ന് നിൽക്കുമാറാക്കി അവർ അതിനെ പിടിച്ചുകൂട്ടിയതാണ്. കാറ്റടിപ്പിച്ച് കാടകളെ കൊടുത്ത കാര്യം പറഞ്ഞിട്ടുണ്ട്. കാട വളരെ രുചികരമായ മൃദുവായ ആരും ഇഷ്ടപ്പെടുന്നതിലുള്ള ഒരു മാംസ ഭക്ഷണമാണ് കർത്താവ് കൊടുത്തത്. അങ്ങനെ കാടകളെ കൊടുത്തു. അഞ്ചാമതായി, മരുഭൂമിയിൽ നീരുറവുകൾ കുറവാണ്. ചിലയിടങ്ങളിൽ ചെറിയ നീരുറവുകളോ ചെറിയ ജലാശയമോ ഒക്കെ കാണാൻ കഴിയുമെങ്കിലും പൊതുവിൽ മരുഭൂമിയാണല്ലോ. അവിടെ ദൈവം കൊടുത്ത ജനത്തിന്റെ ദാഹം മാറ്റുവാൻ, അവർക്ക് വസ്ത്രമലക്കുവാൻ, അവർക്ക് കുളിക്കുവാൻ ഒക്കെ ചെയ്ത സംവിധാനം എന്ന് പറയുന്നത് 72 സങ്കീർത്തനത്തിന്റെ 15-ാം വാക്യത്തിൽ വായിക്കുന്നു. അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്നു, ആഴികളാൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു. പാറയിൽ നിന്ന് അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു, വെള്ളം നദികളെപ്പോലെ ഒഴുകുമാറാക്കി. മരുഭൂമിയിൽ അവർ പാർത്തതായ പാളയത്തിന് ചുറ്റും ചെറിയ ചെറിയ നദികൾ പോലെ, തോടുകൾ പോലെ, കൈത്തോടുകൾ പോലെ അത് ചുറ്റി ചുറ്റി ഒഴുകുകയും സകല ജനത്തിനും തൃപ്തികരമായി അവിടെ വാസസ്ഥലത്തിന് സമീപമായി തന്നെ പാറയിൽ നിന്നുള്ള ശുദ്ധമായ ഉറവ, നീര് അഥവാ വെള്ളം ദൈവം കൊടുത്തു. അതവർ കുടിച്ചു. അങ്ങനെ കർത്താവ് മന്ന അവർ കരുതി, കാടകളെ കരുതി, കുടിക്കുവാൻ വെള്ളവും കരുതി. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ എന്തൊക്കെയാണോ ഒന്നിനും ഒരു കുറവ് വരുത്താതെ വണ്ണം ഇസ്രായേൽ ജനത്തെ 40 വർഷം മരുഭൂമിയിൽ ദൈവം പുലർത്തി. അത് കഴിയുമ്പോഴാണ് വാഗ്ദത്ത നാളിലേക്ക് അവർ എത്തിച്ചേരുന്നത്. അതിവിസ്തൃതമായ മരുഭൂമിയുടെ നടുവിൽ പാർക്കുകയും അവർക്ക് യാത്ര ചെയ്യുകയും ചെയ്യേണ്ടി വരുമ്പോൾ ചൂടിൽ നിന്നും മേഘത്താൽ അവർക്ക് തണൽ ലഭിക്കുന്നു. രാത്രി അതിൽ നിന്നും അഗ്നിസ്തംഭം എന്നുള്ള പേരിൽ ദൈവിക തേജസ്സാകുന്ന പ്രകാശം അവർക്ക് കൊടുക്കുന്നു. അവർക്ക് ഓരോ ദിവസത്തിന്റെ പ്രഭാതത്തിലും സ്വർഗീയ ശക്തന്മാരുടെ, ബലവാന്മാരുടെ മന്ന ഭക്ഷണമായി കൊടുക്കുന്നു. പിന്നെ കാടകളെ, പക്ഷികളെ 40 വർഷം അവർക്ക് കൊടുത്തു. കുറഞ്ഞത് 30 ലക്ഷത്തോളം വരുന്ന ജനത്തിന് എന്ന് മാത്രമാണ് ആവശ്യം. മരുഭൂമിയിൽ അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. വലിയ കരിമ്പാറകളെ പിളർത്തി നദി പോലെ വെള്ളം ചാടി പുറപ്പെടുവിച്ച് ജനത്തിന് തൃപ്തി വരുവോളം കൊടുത്തു. രോഗശാന്തിയും കൊടുത്തു. അങ്ങനെ പ്രിയമുള്ളവരെ, ലോകത്തിൽ ഇന്ന് വരെയും ഒരു ജാതിക്കും ചെയ്തിട്ടില്ലാത്ത വലിയ ഒരു സംരക്ഷണമാണ് യഹോവയായ ദൈവം തന്റെ സ്വന്തം ജനമായ ഇസ്രായേലിന് മരുഭൂമിയിൽ നൽകിയത്. അതെ, നമ്മുടെ ജീവിതത്തിലും മരുഭൂമിയുടെ അനുഭവങ്ങൾ ഉണ്ടാകും. കഷ്ടവും വേദനയും ദുഃഖവും പരിശോധനകളും അഗ്നിപരിശോധനകളും ഒക്കെ ഉണ്ടാകാം. ഇവിടെ നടുവിൽ നമ്മുടെ ഉടയവനായ ദൈവം കൈവിടാതെ നമ്മളെ കാക്കുന്നവനാണ്, നമ്മളെ കരുതുന്നവനാണ്, നമ്മൾക്ക് വേണ്ടത് കൃത്യസമയത്ത് നൽകുന്നവനാണ്. അഗ്നിശോധനയുടെ നടുവിൽ മരണനിഴൽ താഴ്വരയിൽ കൂടെ നടക്കേണ്ടി വന്നാലും നമുക്ക് ഭീതിയും വേദനയും ഒരുപക്ഷെ നിലവിളിയും ഉണ്ടായേക്കാം. അവിടെ ശാശ്വതമായ കർത്താവിന്റെ കരം നമ്മെ തലോടും, നമ്മെ രക്ഷിക്കും, നമ്മെ സൗഖ്യമാക്കും, നമുക്കായി കരുതും. അതെ, കരുതുന്നവനായ യഹോവ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.